Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. I believe the Lord is going to do something good in your life. ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുകയാണ്. So stay with great expectation. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുക. Let's pray for the sponsors. ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആദ്യത്തെ സ്പോൺസർ തിരുവാങ്കുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. Thank you so much, well-wisher. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു തന്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാനും അഭിവൃദ്ധി പ്രാപിക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബമായി ആത്മീക തലത്തിലും ഭൗതിക തലത്തിലും അനുഗ്രഹിക്കപ്പെടുവാൻ, മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Thank you so much, sponsor. എല്ലാ സ്പോൺസേഴ്സിനും പ്രത്യേകമായ നന്ദി. And now we will come back for the study of the word after a short praise and worship. നമ്മൾ ഒരു ചെറിയ പ്രൈസ് ആൻഡ് വർഷിപ്പ് സെഷന് ശേഷം ദൈവവചനം നമ്മൾ കേൾക്കുന്നതാണ്. ആമേൻ. നമുക്ക് കരങ്ങളെല്ലാം ചേർത്തടിച്ചുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ കർത്താവിന്റെ വേഗം വരുന്നു. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ചേർത്തടിച്ചുകൊണ്ട് കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും, കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ, മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം ഉണ്ടാവർക്ക്, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുന്നവർ. ദാവൂദൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും, കർത്താവൂദൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ, കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ, മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമുണ്ടാം അവർക്ക്, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമുണ്ടാം അവർക്ക്, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമുണ്ടാം അവർക്ക്. All right, we were talking about the resurrection of Jesus and its uniqueness. യേശു കർത്താവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും അതിന്റെ നിസ്തുല്യതയെക്കുറിച്ചുമാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നത്. Even in the Old Testament, there were a lot of resurrections already happened. പഴയ നിയമത്തിൽ പോലും ഒത്തിരി ഉയർത്തെഴുന്നേൽപ്പ് നടന്നതിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. Even in Jesus' ministry, according to the records, minimum 3 persons got back to life. യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ പോലും റെക്കോർഡ് അനുസരിച്ച്, കണക്കനുസരിച്ച് 3 വ്യക്തികളെങ്കിലും കുറഞ്ഞ പക്ഷം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതായിട്ടുണ്ട്. And according to Matthew 10 and Luke 10, Jesus sent his disciples 2 by 2 to different villages and towns. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം, ഈ അധ്യായങ്ങളിലെല്ലാം തന്നെ യേശു കർത്താവ് ഈരണ്ടായി തന്റെ ശിഷ്യന്മാരെ
ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും ശുശ്രൂഷയ്ക്കായി അയച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട്. And he commanded them to heal the sick and to raise the dead. അതിന് അവർക്ക് കൊടുത്ത കൽപ്പന പ്രകാരമായിരുന്നു രോഗികളെ സൗഖ്യമാക്കാനും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളതുമായിരുന്നു. And maybe in that ministry trip also they raised many people back to life. ഒരുപക്ഷെ ആ ഒരു മിനിസ്ട്രി ട്രിപ്പിനിടയിൽ പോലും ശിഷ്യന്മാർ പോലും അന്ന് പലരെയും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് കാണും. But the resurrection of Jesus was unique. The resurrection of Jesus was not like these resurrections. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് അത് വ്യത്യസ്തമായിരുന്നു, നിസ്തുല്യമായിരുന്നു. അത് മറ്റ് ഈ വ്യക്തികളെല്ലാം ഉയർത്തെഴുന്നേറ്റതുപോലെ അല്ലവേ ആയിരുന്നു. Because the resurrection, there are two kinds of resurrections. കാരണം എന്ന് ചോദിച്ചാൽ ഉയർത്തെഴുന്നേൽപ്പ് രണ്ട് വിധത്തിലുണ്ട്. Temporary resurrections and permanent resurrections. താൽക്കാലികമായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പും സ്ഥിരമായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പും. So all the resurrections that happened were temporary. അതുകൊണ്ട് ഈ പറഞ്ഞ ഉദാഹരണങ്ങളായി നൽകിയ എല്ലാ ഉയർത്തെഴുന്നേൽപ്പും അത് താൽക്കാലികമായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പുകൾ മാത്രമായിരുന്നു. But Jesus' resurrection was the first of its kind. എന്നാൽ യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് അതിൽ തന്നെ ആദ്യത്തേതായിരുന്നു. Meaning it was the first permanent resurrection. എന്ന് വെച്ചാൽ അതിനർത്ഥം ആദ്യത്തെ സ്ഥിരമായ പുനരുത്ഥാനം അതാ ഉയർത്തെഴുന്നേൽപ്പ് നടത്തിയത് യേശു ക്രിസ്തുവായിരുന്നു. According to the Bible narration, Jesus' body after taking from the cross was embalmed with spices and it was covered with clothes. യേശു കർത്താവിന്റെ ശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി കഴിഞ്ഞതിന് ശേഷം തുണിശീലകളും അതുപോലെ സുഗന്ധ ലേപനങ്ങളും കൊണ്ട് അവന്റെ ശരീരത്തെ ചുറ്റി അത് എംബാം ചെയ്തിരുന്നു. And it was put in a newly cut sepulcher or a tomb in a rock. അത് മാത്രമല്ല പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരും അതുവരെ ആരെയും അടക്കിയിട്ടില്ലാത്ത ഒരു കല്ലറയിൽ അവനെ അടക്കി. And it was the mouth of the tomb was closed with a circular slab which weighed many tons of kilograms. ആ ഗുഹാമുഖം തന്നെ വളരെ അനേക ടൺ ഭാരമുള്ള വലിയ കല്ലുകൊണ്ട് വൃത്താകൃതിയിലുള്ള കല്ലുകൊണ്ട് അടച്ചു വെച്ചു. And it was sealed by the Roman government. അത് മാത്രമല്ല റോമൻ ഗവൺമെന്റിനാൽ അത് മുദ്രയടിക്കപ്പെട്ടിരുന്നു. And there were many guards, many troops of soldiers on guard. അത് മാത്രമല്ല പടയാളികളുടെ ഒരു വിഭാഗം അവിടെ അവരെ അതിനുവേണ്ടി കാവലേൽപ്പിക്കുകയും ചെയ്തിരുന്നു. In other words, even if Jesus came back to life, it was impossible him to walk out of this closed tomb. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യേശു കർത്താവ് ജീവനിലേക്ക് പ്രവേശിച്ചാലും ആ ഗുഹയിൽ നിന്ന് അല്ലെങ്കിൽ ആ കല്ലറയിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. But can I tell you something? എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. That which is difficult for man, that which is impossible for man, God can become easy and possible. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യങ്ങൾ, അതിനെ ദൈവം സാധ്യമാക്കി വളരെ എളുപ്പമുള്ളതാക്കി തീർത്തിരിക്കുകയാണ്. When things become more difficult, God receives more glory. അവർക്ക് കാര്യങ്ങൾ വളരെയധികം കടുപ്പമുള്ളതായി മാറുമ്പോൾ ദൈവികമായ ആ കാര്യത്തിന്മേൽ ദൈവികമായ കാര്യങ്ങൾ വളരെ മഹത്വപൂർണമായി മാറും. Even in your life, you may think that the present situation is very difficult and very impossible. How can I come out of this situation, etc. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ പോലും നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണല്ലോ, എങ്ങനെ ഞാൻ നിന്ന് പുറത്ത് കടക്കും എന്നൊക്കെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടായിരിക്കും. But God has a solution for that. എന്നാൽ അതിന് ദൈവത്തിന്റെ കയ്യിൽ ഒരു ഉത്തരമുണ്ട്. When the devil thinks that he has become victorious, that is the first step to his defeat. ഓർക്കുക, സാത്താൻ ജയിച്ചിരിക്കുന്നു എന്ന് കരുതുന്ന ആ സമയം തന്നെയാണ് അവൻ തോൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടവും. And in your life, I believe, I prophesy, I speak to your life, the same resurrection power, the same power of God will come and make everything possible for you. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതേ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി, ഇതേ ഉയർത്തെഴുന്നേൽപ്പ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉളവാക്കാൻ പോകുകയാണ്. Now, the resurrection of Jesus was also very unique because through his resurrection he was defeating the devil
and death. യേശു കർത്താവിന്റെ ജീവിതത്തിലും ഈ ഉയർത്തെഴുന്നേൽപ്പ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ് സാത്താനെ എന്നും എന്നേക്കുമായിട്ട് യേശുവിന് പരാജയപ്പെടുത്തുവാൻ സാധിച്ചത്. And he took away the keys of death and Hades. അത് മാത്രമല്ല, മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ അന്ന് യേശു സാത്താന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചു. And forever and ever and ever he became victorious over death and devil and Hades and hell and all the negative stuff. അത് മാത്രമല്ല, പിന്നീട് അവൻ എന്നും എന്നേക്കും സാത്താന്റെ മേലും മരണത്തിന്റെ മേലും പാതാളത്തിന്റെ മേലും സകലത്തിന്റെ മേലുമുള്ള അധികാരസ്ഥനായിട്ട് അവൻ മാറ്റപ്പെട്ടു. The resurrection of Jesus brings a great and living hope into the entire human race. അത് മാത്രമല്ല, മനുഷ്യരാശിക്ക് മുഴുവനുമുള്ള നിത്യമായ പ്രത്യാശ നൽകുന്നതാണ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം അഥവാ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത്. Because of the resurrection of Jesus, we have hope in life today. യേശു കർത്താവിന്റെ ഈ ഒരു പുനരുത്ഥാന നിമിത്തമായിട്ടാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രത്യാശയുള്ളത്. Many people are living in a disillusioned world. ഇന്ന് ഒട്ടുമിക്ക ആളുകളും ഒന്നും മനസ്സിലാകാത്ത ഒരു മായാ ലോകത്തിലാണ് അവർ They ജീവിക്കുന്നത്. don't know where they are going. എവിടേക്കാണ് പോകുന്നത് അവർക്കറിയില്ല. They know for sure that they will die one day. അവർക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഒരു ദിവസം മരിക്കും. But after that what? എന്നാൽ അതിനുശേഷം എന്താണ് എന്നതിനെ കുറിച്ച് അറിവില്ല. But Jesus proves everything crystal clear. എന്നാൽ യേശു കർത്താവ് സകലതും വളരെ വ്യക്തമായി അവൻ തെളിയിച്ചിരിക്കുകയാണ്. According to 1 Thessalonians chapter 5 and verse number 23. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വചനത്തിലേക്ക് വന്നാൽ We have 3 parts. അവിടെ നമുക്ക് 3 ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. Not only this physical body, we have 3 parts to our in our in our being. അവർക്ക് നമ്മുടെ പുറമേയുള്ള ഈ ഒരു ശരീരം മാത്രമല്ല, ഒരു ഭൗതിക ശരീരം മാത്രമല്ല, നാം എന്ന് പറയുന്ന നമ്മുടെ വ്യക്തിത്വത്തിന് 3 പ്രധാന ഭാഗങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാം. The word of God clearly says that we have a spirit, we have a soul and we have a body. അവിടെ ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾക്ക് ആത്മാവും നിങ്ങൾക്ക് പ്രാണനും നിങ്ങൾക്ക് ദേഹവുമുണ്ട്. We all can see our bodies. നമ്മളെല്ലാവരും നമ്മുടെ ശരീരങ്ങളെയാണ് കാണുന്നത്. But we have a soul part and we have a spirit part. എന്നാൽ നമുക്കൊരു ദേഹിയുടെ അഥവാ പ്രാണന്റെ ഒരു ഭാഗമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിന്റെ ഒരു ഭാഗവും നമുക്കുണ്ട്. The body is the visible part. ശരീരം എന്നുള്ളത് ദൃശ്യമായിട്ടുള്ള ഈ ഭാഗങ്ങളിൽ ദൃശ്യമായിട്ടുള്ള ഒരു ഭാഗമാണ് ശരീരം എന്നുള്ളത്. Soul and spirit are invisible parts. എന്നാൽ പ്രാണൻ അഥവാ ദേഹി എന്നുള്ളതും അതുപോലെ ആത്മാവ് എന്നുള്ളതും അദൃശ്യമായ മനുഷ്യന്റെ ഭാഗങ്ങളാണ്. Now, what is happening at death technically? സത്യത്തിൽ സാങ്കേതികമായി മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? When a man dies, soul and spirit, the invisible parts, the 2 parts come out of the physical body, the mortal body. ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ പ്രാണൻ അഥവാ ദേഹി എന്ന് പറയുന്ന ഭാഗവും ആത്മാവ് എന്ന് പറയുന്ന ഭാഗവും ശരീരത്തിൽ നിന്ന് പൊടുന്നനെ വേർപെടുകയാണ്. And the body which is taken from the dust, according to the Bible language, will go back to dust. എന്നാൽ ഈ ശരീരമാകട്ടെ ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ അത് പൊടിയോടുകൂടെ ചേർക്കപ്പെടുകയാണ്. Meaning the body decomposes and decays. അതിന്റെ അർത്ഥം ശരീരം ജീർണിച്ച് മണ്ണായി തീരുന്നു. But what about the soul and spirit? എന്നാൽ നമ്മുടെ ആത്മാവിനെ കുറിച്ചും നമ്മുടെ പ്രാണനെ കുറിച്ചും എന്താണ് പറയാനുള്ളത്? Soul and spirit will have an intermediate period before resurrection. They will be without a body. ഓർക്കുക, എന്നാൽ ആത്മാവിന്റെ കാര്യത്തിലും ദേഹി അഥവാ പ്രാണന്റെ കാര്യത്തിലും ദേഹമില്ലാതെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിന് മുന്നേ ഉള്ള ഒരു കാലഘട്ടത്തിൽ തനിയെ നിൽക്കുവാൻ അതിന് സാധിക്കും. So when the resurrection happens, the soul and spirit will come back to a new body. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുമ്പോൾ ഈ പ്രാണനും അതുപോലെ ആത്മാവും ഒരു പുതിയ ശരീരത്തിലേക്ക് പ്രവേശിക്കും. Death is equal to separation. മരണം എന്നാൽ അർത്ഥമാക്കുന്നത് വേർപാട് എന്നുള്ളതാണ്. Resurrection is equal to reunion. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് പുനഃസമാഗമനം എന്നുള്ളതാണ്. At death,
body will be separated from soul and spirit. മരണത്തിൽ ശരീരത്തിൽ നിന്ന് പ്രാണനും ആത്മാവും വേർപെടുന്നു. In resurrection, the soul and spirit will come back to a new resurrected body, glorious body given by God. എന്നാൽ പുനരുത്ഥാനത്തിൽ അഥവാ ഉയർത്തെഴുന്നേൽപ്പിൽ ദൈവം നൽകിയ മഹത്വപൂർണമായ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലേക്ക് ആത്മാവും പ്രാണനും മടങ്ങി വന്ന് സമ്മേളിക്കുന്നു. This process is very clearly and in detail given in 1 Corinthians chapter 15. ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ടും വളരെ വിശദമായിട്ടും 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. You can read that chapter, the entire chapter later. നിങ്ങൾക്ക് ഈ മുഴുവൻ അധ്യായവും പിന്നീട് വായിക്കാനായി സാധിക്കും. But write that chapter in your notes. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതിയെടുക്കുന്ന കൂട്ടത്തിൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായം എന്നുള്ളത് എഴുതി വെക്കുക. Now let's read one verse. ഒരു വചനം നമുക്ക് വായിക്കാം. John chapter 5 and verse number 25. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വചനം. Very truly I tell you, our time is coming and has now come, when the dead will hear the voice of the Son of God, and those who hear will live. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. See, I told you yesterday that Jesus is the final authority on this topic. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യേശു കർത്താവാണ് ഈ ഒരു വിഷയത്തിൽ പരമ അധികാരത്തോടെ പറയുവാൻ സാധിക്കുന്ന അവസാനത്തെ വ്യക്തി എന്നുള്ളത്. That's not because of his knowledge or wisdom on the topic. അതൊരിക്കലും ഈ വിഷയത്തിലുള്ള അവന്റെ ജ്ഞാനം കൊണ്ടോ അറിവ് കൊണ്ടല്ല ഇത് It is സംഭവിച്ചിരിക്കുന്നത്. because he himself is the resurrection and he himself is the life. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവൻ തന്നെ പുനരുത്ഥാനവും അവൻ തന്നെ ജീവനുമായിരിക്കുന്നത് And കൊണ്ടാണ്. here he says, the dead will hear the voice of the Son of God, and those who hear will live. ഇവിടെ പറയുന്ന മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക. Now, if you come down to verse number 28 ഇനി ഇതിന്റെ 28-ാമത്തെ വചനത്തിലേക്ക് വന്നാൽ, and verse number 29, അതുപോലെ 29-ാമത്തെ വചനത്തിലും, do not be amazed at this, for a time is coming when all who are in their graves will hear his voice and come out. Those who have done what is good will rise to live, and those who have done what is evil will rise to be condemned. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് Yes. നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്യുന്നവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. This is very, very clear. ഇത് വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഒന്നാണ്. According to Jesus, this revelation, all means all people who are dying, who are dead, will come back to life. യേശു കർത്താവിന്റെ ഈ വെളിപ്പാടനുസരിച്ചിട്ട് ഇത്തരത്തിൽ ശബ്ദം കേട്ടിട്ടുള്ള എല്ലാ മരിച്ച വ്യക്തികളും അവർ ജീവനായിട്ട് മടങ്ങി വരും. Whether you believe in the Lord Jesus or not, you will come back to life. നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചോ ഇല്ലയോ, നിങ്ങൾ ജീവനിലേക്ക് മടങ്ങി വരും. Atheist or believers, you will come back to life. അത് നിരീശ്വരവാദിയാണെങ്കിലും വിശ്വാസിയാണെങ്കിലും ജീവനിലേക്ക് മടങ്ങി വരും. You lived only 12 years or 120 years, you will come back to life. നിങ്ങൾ 12 വർഷം ജീവിച്ചാലും 120 വർഷം ജീവിച്ചാലും നിങ്ങൾ മടങ്ങി വരും. All dead people will come back to life one day. എല്ലാ മരിച്ച വ്യക്തികളും ഒരു ദിവസം ജീവനിലേക്ക് മടങ്ങി വരും. How will they come back to life? എങ്ങനെയാണ് അവർ ജീവനിലേക്ക് മടങ്ങി വരാൻ They പോകുന്നത്? will hear the voice of the Son of God. അത് അവർ മനുഷ്യപുത്രന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് അവർ മടങ്ങി വരുന്നത്. That means a time is coming, the Son of God will speak and the voice will go forth and all the dead people will come back to life. അതിന്റെ അർത്ഥം ദൈവപുത്രൻ വന്ന് തന്റെ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് അവന്റെ ശബ്ദം കേൾക്കുന്ന കല്ലറകളിൽ കേൾക്കുന്ന എല്ലാവരും അവർ ജീവനിലേക്ക് മടങ്ങി വരും. But how can I believe this? എന്നാൽ ഇതിനെ എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? Because of the sample he has given. കാരണം അതിനുള്ള സാമ്പിൾ അവൻ തന്നു കഴിഞ്ഞു. Because in John chapter 11 Jesus called out Lazarus, come back. കാരണം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു ലാസറെ പുറത്തു വരിക എന്ന് വിളിച്ചു പറഞ്ഞു.
And he came back. അവൻ മടങ്ങി വരികയും If ചെയ്തു. Jesus hadn't specifically called Lazarus, all the dead people in that cemetery would have come back to life. യേശു കർത്താവ് അന്ന് ലാസർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാതെ പുറത്തു വരിക എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ അന്ന് ആ കല്ലറകളിൽ ഉണ്ടായിരുന്ന സകല ശവശരീരങ്ങളും ജീവിച്ചെഴുന്നേറ്റ് വന്നിരുന്നേനെ. Because the voice of the Lord Jesus has power to impart life and resurrection. കാരണം യേശുവിന്റെ വാക്കുകൾക്ക് ജീവൻ ഉളവാക്കുവാനും പുനരുത്ഥാനം ഉളവാക്കുവാനുമുള്ള ശക്തിയുണ്ട്. Hallelujah. ഹല്ലേലൂയ. And the resurrection of Jesus gives us final victory. ഓർക്കുക, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അഥവാ പുനരുത്ഥാനം അവസാനത്തെ ജയം നമുക്ക് നൽകിയിരിക്കുകയാണ്. 1 Corinthians chapter 15, 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 54 to 58. അതിന്റെ 54 മുതൽ 58 വരെയുള്ള വചനങ്ങൾ. When the perishable has been clothed with the imperishable, and the mortal with immortality, and then the saying that is written will come true, death has swallowed up in victory. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. 55. Where, O death, is your victory? Where, O death, is your sting? ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? These are challenging questions. ഇതൊക്കെ വളരെ വെല്ലുവിളിക്കുന്ന ചോദ്യങ്ങളാണ്. 56. The sting of death is sin, and the power of sin is the law. മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. 57. But thanks be to God, He gives us victory through our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. Therefore, my dear brothers and sisters, stand firm. Let nothing move you. Always give yourselves fully to the work of the Lord, because you know that your labor in the Lord is not in vain. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേരിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. Oh, Paul is really talking in that revelation of the resurrection that is going to happen for you and me. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാൻ പോകുന്ന ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. Now, I told you death is separation. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മരണം അത് വേർപാടിനെ കാണിക്കുന്നു. That separation is not only the separation of the body and the soul and spirit parts. ആ ഒരു വേർപാട് എന്ന് പറയുന്നത് ആത്മാവിനോടും അതുപോലെ തന്നെ പ്രാണനോടുമുള്ള വേർപാട് മാത്രമാകുന്നില്ല. That is the separation that is happening in the tripartite being, that individual person. ഈ വേർപാട് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിന് അകത്തുള്ള 3 ഘടകങ്ങൾ തമ്മിലുള്ള വേർപിരിയൽ മാത്രമാണുള്ളത്. But beyond that, there is another separation. എന്നാൽ അതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് മറ്റൊരു വേർപെടൽ കൂടെ അവിടെ സംഭവിക്കുന്നുണ്ട്. That person is getting separated from the living family and friends and all the people who are living. തന്നോടൊപ്പം ജീവിച്ചിരുന്ന ജീവനുള്ള തന്റെ കുടുംബാംഗങ്ങളോടും തന്റെ കൂട്ടുകാരോടും ഒക്കെയുള്ള വേർപിരിയലും അതിനകത്തുണ്ട്. That person is getting separated from this material world. ഈ ഒരു ഭൗതിക ലോകത്തിൽ നിന്നും അദ്ദേഹം വേർപെടുകയാണ്. That person is separated from all his possessions and all what he had here. തനിക്ക് ഇതുവരെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ തന്റെ സ്വത്തുക്കൾ തുടങ്ങിയുള്ള എല്ലാ സമ്പാദ്യങ്ങളിൽ നിന്നും താൻ വേർപെടുകയാണ്. But in resurrection, he will be clothed again with the imperishable. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിൽ താൻ വീണ്ടും അദ്രവത്വമായിട്ടുള്ളത് ധരിക്കും. And he will become more glorious. അത് മാത്രമല്ല കൂടുതൽ മഹത്വപൂർണമായി മാറും. And he will have the final victory over death. അത് മാത്രമല്ല മരണത്തിന്റെ മേൽ ഒടുക്കത്തെ ജയം അവൻ നേടിയെടുക്കും. But let me speak from my heart. എന്നാൽ എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ. Any separation is painful. ഏതൊരു വേർപാടും വേദനാജനകമാണ്. Sometimes when dear ones,
in Blessing Today family, when they die, I cry and cry and cry. Sometimes alone, through the night I cry. ബ്ലെസ്സിംഗ് ടുഡേ കുടുംബത്തിൽ പെട്ട ചില വ്യക്തികൾ, ഏറ്റവും പ്രിയപ്പെട്ട ചില വ്യക്തികൾ മരണപ്പെടുമ്പോൾ ഞാൻ അവരെ ഓർത്ത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ കരയാറുണ്ട്. ചില രാത്രികളിൽ പോലും ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരയാറുണ്ട്. Even Jesus cried when Lazarus died. യേശു കർത്താവ് പോലും ലാസറിന്റെ മരണസമയത്ത് താൻ കരഞ്ഞതായി ബൈബിളിൽ കാണാം. Jesus knew that within minutes he's going to come back to life. He is going to call him back. യേശുവിന് ചില നിമിഷങ്ങൾക്ക് ശേഷം ഈ വ്യക്തി ജീവനിലേക്ക് മടങ്ങി വരും എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിവുണ്ടായിരുന്നു. But still he cried. എന്നിട്ടും യേശു കരഞ്ഞു. Why? Because any separation is agonizing and painful. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഏതൊരു വേർപാടും വേദനാജനകവും ദുഃഖകരവുമാണ്. So nothing wrong when in crying when a person dies. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി മരിക്കുമ്പോൾ നമ്മൾ കരയുന്നു എന്നുണ്ടെങ്കിൽ അതിനകത്ത് തെറ്റൊന്നുമില്ല. Jesus is God and still he cried. യേശു കർത്താവ് ദൈവമാണ്, എന്നിട്ടും അവൻ കരഞ്ഞു. But beyond this crying, beyond this lamentation, beyond this separation, there is a hope that one day, at the voice of the Son of God, all the dead people, including your dear ones, your papa, your mama, your husband, your wife, your children, all will come back to life, and there will be a regathering, a reunion, Amen. a reassembling. Yes. That is going to happen. Amen. Hallelujah. അതുകൊണ്ട് കരയുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ ഇന്നത്തെ എല്ലാ കരച്ചിലുകൾക്കപ്പുറം, എല്ലാ നിലവിളികൾക്കും അപ്പുറം, എല്ലാ വിലാപങ്ങൾക്കപ്പുറം നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുമ്പോൾ കല്ലറയിലുള്ള പ്രിയപ്പെട്ടവർ, നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവർ, നമ്മുടെ ബന്ധുക്കൾ, അതൊരു പക്ഷേ നിങ്ങളുടെ പപ്പയാകാം, നിങ്ങളുടെ മമ്മിയാകാം, നിങ്ങളുടെ സഹോദരനാകാം, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ ഭർത്താവാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരനാകാം. ആരാണെങ്കിലും അവന്റെ ശബ്ദം കേൾക്കുന്ന ആ നാളിൽ അവർ ഒരു പുതിയ ജീവനിലേക്ക് പ്രവേശിക്കും. And I know these days the message on this resurrection is very important because many people are losing their dear ones. എനിക്കറിയാം ഈ ദിവസങ്ങളിൽ ഒത്തിരി പേരിൽ പ്രിയപ്പെട്ടവരുടെ ജീവൻ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ സന്ദേശത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. One day they live together, the next day they are separated. ഒരു ദിവസം ഒരുമിച്ച് ജീവിക്കുന്നു, എന്നാൽ അടുത്ത ദിവസം നമ്മിൽ നിന്ന് വേർപെട്ടു പോകുന്നു. We don't know who is going to die next. ആരാണ് അടുത്തതായി മരിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല. That's why Jesus said, be prepared always. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞ എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുക. So one day the resurrection of Jesus has given us a promise that one day we will also be resurrected. Amen. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്: ഒരു ദിവസം ഇതുപോലെ തന്നെ നാമും ഉയർത്തെഴുന്നേൽക്കും. That is a final victory. അതാണ് ഒടുവിലത്തെ ജയം എന്നുള്ളത്. Victory over all kinds of sins, the devil, victory over the final enemy, death. ഹല്ലേലൂയ. എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും, എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും, ഒടുവിൽ എല്ലാ തരത്തിലുള്ള അവസാനത്തെ ശത്രുവായ, ഒടുക്കത്തെ ശത്രുവായ മരണത്തിൽ നിന്ന് പോലും നമുക്ക് ലഭിച്ചിരിക്കുന്ന ജയമാണ് പുനരുത്ഥാനം എന്നുള്ളത്. Shall we lift both of our hands and scream out a hallelujah? ഈ സമയത്ത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും രണ്ട് കൈകളും ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാലും. Praise God for the wonderful promise. ഓ, ഈ വലിയ മഹത്തായ വാഗ്ദാനത്തിനായി ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാലും. Those people who are separated for a temporary period, they will come again and we will meet again. അതുകൊണ്ട് ഒരു പ്രത്യേക കാലഘട്ടത്തേക്ക് വേണ്ടി മാത്രം വേർപെട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരുമിച്ച് കൂടി വരും, ഒരുമിച്ച് വീണ്ടും കണ്ടുമുട്ടും. Only the Bible, only Jesus gives us this promise. ഓർക്കുക, ബൈബിളിൽ മാത്രമേ, യേശുവിന് മാത്രമേ ഈ വാഗ്ദാനം നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. Hallelujah. ഹല്ലേലൂയ. We're going to listen to one testimony now. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരു ടെസ്റ്റിമണി ഇപ്പോൾ കേൾക്കാൻ പോകുകയാണ്. And by the way, let me thank all people who are watching this program every day. എല്ലാ ദിവസവും ഈ പ്രോഗ്രാം കാണുന്നതിന് എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി.
and forward the link of this video to as many people as possible. സാധിക്കുന്ന എല്ലാവർക്കും തന്നെ ഇതിന്റെ ലിങ്ക് ദയവായി അയച്ചു നൽകിയാൽ. And if you are getting blessed, why don't you think about sponsoring one episode, sponsoring 10 episodes, sponsoring many episodes, right? Helping us to translate this to many other languages and spreading the gospel. നിങ്ങൾ ഇത് നിമിത്തം അനുഗ്രഹിക്കപ്പെട്ടു എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തോളാം. 1, 10, 15 എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുക. അതിലൂടെ അനേക ഭാഷകളിലേക്ക്, അനേക ഇടങ്ങളിലേക്ക് ദൈവവചനത്തെ നമുക്ക് കൊണ്ടെത്തിക്കാൻ You'll get the details on the screen. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ Or you ലഭിക്കുന്നതാണ്. can go to the website. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോകാൻ സാധിക്കും. And you should subscribe to Blessing Today YouTube channel. അത് മാത്രമല്ല ബ്ലെസ്സിംഗ് ടുഡേ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടിയിരിക്കുന്നു. Okay, let's listen to this testimony. ഈ ഒരു ടെസ്റ്റിമണി ഈ സമയത്ത് നമുക്ക് കേൾക്കാം. This testimony is from Shaiju Belsis. Dear Brother Damien and Shema sister, praise the Lord. I had sponsored last Good Friday service on April 2nd, 2021 with a prayer request for my sister who was undergoing a L2 biopsy test and was extremely worried about her results. With complete faith in our Heavenly Father, I told her that we are praying for you and everything will be fine. Praise the Lord for His blessings. Another miracle in my life happened. The biopsy results came negative. I've been a part of this spiritual journey with Blessing Today since Feb 15, 2021. തൻ്റെ സഹോദരിയുടെ കാര്യത്തിലാണ് ഈ പറയുന്നത്. ഒരു അസുഖത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ അവരവിടെ ബ്ലെസ്സിംഗ് ടുഡേയിൽ പ്രയർ റിക്വസ്റ്റ് അയച്ചിരുന്നു. അത് നെഗറ്റീവായി തീർന്നു. അതാണ് ഒന്നാമത്തെ സാക്ഷ്യം അദ്ദേഹം പറയുന്നത്. Wonderful. And I can't tell you how much you have influenced me and brought me close to my Lord Jesus. I have to admit that God has been blessing me at every step of my life in the last few months. My visa situation got resolved first, post its denial. My dad was blessed during 2 major illnesses on top of a serious heart and kidney condition. He could safely go through a serious hip replacement surgery. He also recovered from COVID safely. Now my sister got diagnosed negative. അടുത്തത് തൻ്റെ പിതാവിൻ്റെ കാര്യത്തിലാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കിഡ്നിയുടെ കാര്യത്തിലും അതുപോലെ ഹാർട്ടിൻ്റെ കാര്യത്തിലുമുള്ള അസുഖങ്ങൾ. കർത്താവ് അദ്ദേഹത്തെയും സൗഖ്യമാക്കി. ഇനി റീപ്ലേസ്മെൻറ്റ് സർജറിയുടെ കാര്യത്തിൽ കോവിഡിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ തനിക്ക് സേഫായിട്ട് തൻ്റെ ഭവനത്തിലേക്ക് തൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ തനിക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്നാണ് അടുത്തത് പറയുന്നത്. Another good news is my wife got her work authorization to start a new job. Now she is going through the interview process. Thank you so much, Brother Damien and Sister Shama, for everything that you are doing for all of us. The most divine and purest emotion is caring and praying for the ones in need. And I feel so blessed to have you in our lives. There are 2 ways to live your life. One is as though nothing is a miracle, and the other is though everything is a miracle. And I'm certainly living my life now under our Heavenly Father's fellowship. And for me, everything is a miracle. Thank you so much. God bless you. മൂന്നാമതായിട്ടൊരു അത്ഭുതം കൂടെ പറഞ്ഞത് തൻ്റെ ഭാര്യയുടെ കാര്യത്തിലാണ്. തനിക്കൊരു പുതിയ ജോലിയുടെ കാര്യം കർത്താവ് ചെയ്തിരിക്കുകയാണ്. തനിക്ക് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും ദൈവം തമ്പുരാൻ അത്ഭുതങ്ങളായിട്ട് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. I believe in chain miracles. ഞാൻ ഇത്തരത്തിൽ ചങ്ങല അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. I believe chain miracles for you too. നിങ്ങൾക്കും ഇതുപോലെ ചങ്ങല പോലെ അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Once a miracle starts, there will be another miracle, another miracle, another miracle. There will be a chain of miracles. ഒരു അത്ഭുതം ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നിനു പുറകെ അടുത്ത അത്ഭുതം, അടുത്ത അത്ഭുതം, അടുത്ത അത്ഭുതം, അങ്ങനെ ചങ്ങലാ അത്ഭുതങ്ങൾ നടക്കും. And we can set these miracles on fire like a fireworks through our faith. ഈ അത്ഭുതങ്ങൾ ഓരോന്നും ഒരു എന്താ പറയാ, ഒരു വെടിക്കെട്ട് പോലെ, അല്ലെങ്കിൽ ഒരു മാലപ്പടക്കത്തിന് തീ കൊളുത്തുന്നത് പോലെ തീ പിടിക്കാൻ പോകുകയാണ്. Hallelujah. Hallelujah. Let's pray together. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. Father, I pray for your people. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Lord, some of them are scattered and there is nobody to lead them. കർത്താവേ, ചില ആളുകളൊക്കെ ചിതറിക്കിടക്കുന്നു. ആരെയും അവരെ നയിക്കാനായിട്ട് ആരും അവർക്കില്ല. Even sometimes, Lord Jesus, you saw people as sheep without shepherd. കർത്താവേ, അങ്ങ് പലപ്പോഴും ജനത്തെ കണ്ടപ്പോൾ കർത്താവേ, ഇടയിനില്ലാതെ ചിതറിക്കിരിക്കുന്ന ആടുകളെ പോലെ അങ്ങ് ജനത്തെ കണ്ടുവല്ലോ. But Father, Lord Jesus, we receive you
as our shepherd. അതിനാൽ കർത്താവെ, ഇപ്പോൾ അങ്ങേ ഞങ്ങളുടെ ഇടയനായിട്ട് ഞങ്ങളിപ്പോൾ സ്വീകരിക്കുകയാണ്. I pray, Lord, that you may lead people to quiet waters. കർത്താവെ, അങ്ങ് ജനത്തെ നിശ്ചലമായ കർത്താവെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് നയിക്കുന്നതിനായി നന്ദി പറയുന്നു. Lord Jesus, lead them to green pastures. അത് മാത്രമല്ല, പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അങ്ങ് അവരെ നയിക്കണമേ. Provide everything for them, Lord. കർത്താവെ, അവർക്കുള്ള സകലതും അങ്ങ് കരുതി വെക്കണമേ. Anoint them with oil and heal them. കർത്താവെ, അങ്ങയുടെ എണ്ണയാൽ അങ്ങ് അഭിഷേകം ചെയ്ത് അവരെ സുഖപ്പെടുത്തണമേ. Now many people are getting freedom from fear. ഇപ്പോൾ തന്നെ ഭയത്തിൽ നിന്ന് ഒത്തിരി ആളുകൾ സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്. And some people's eyesights are restored. ചില ആളുകളുടെ കണ്ണിന്റെ കാഴ്ചശക്തിയെ കർത്താവ് ഇതാ മടക്കി തരികയാണ്. Some people are receiving healing in their throat. ചില ആളുകൾ അവരുടെ തൊണ്ടയുടെ ഭാഗത്ത് സൗഖ്യം പ്രാപിക്കുന്നു. Some are receiving healing in their lungs. ചിലരുടെ ശ്വാസകോശത്തിനകത്ത് സൗഖ്യം സംഭവിക്കുന്നു. Any internal organ can be healed if you believe. ഏത് തരത്തിലുള്ള ആന്തരിക രോഗങ്ങളാണെങ്കിലും ശരി, ആ ഭാഗങ്ങൾ, ആ അവയവങ്ങളിൽ ഇപ്പോൾ ഒരു വലിയ സൗഖ്യം നടക്കുകയാണ്. Surgeries that are already posted will be cancelled in Jesus' name. അതുപോലെ തന്നെ ഫിക്സ് ചെയ്തിട്ടുള്ള നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ചില ഓപ്പറേഷനുകൾ കർത്താവ് അതിനെ റദ്ദാക്കിയിരിക്കുകയാണ്. Very, very clearly I can see some people's legs swollen legs. God is healing. അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് നീര് വന്നിരിക്കുന്ന ചില കാലുകൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നതായിട്ട് കാണുന്നു. You can stretch forth your hands and receive any healing or deliverance. ഇപ്പോൾ നിങ്ങളുടെ കൈകൾ നീട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ഏതൊരു സൗഖ്യത്തെ നിങ്ങൾക്ക് പ്രാപിക്കാൻ സാധിക്കും. Father, I release whatever they need in your name. കർത്താവേ, ഇപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Thank you once again for watching this episode. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായി ഒരിക്കൽ കൂടെ നന്ദി. You can call up the prayer line in case of any need. നിങ്ങളുടെ ഏതൊരു ആവശ്യത്തിനും നിങ്ങൾക്ക് പ്രയർ ലൈൻ നമ്പറിൽ വിളിക്കാൻ And സാധിക്കും. save the Blessing Today WhatsApp number on your mobile. അത് മാത്രമല്ല, ബ്ലെസ്സിംഗ് ടുഡേയുടെ വാട്സ്ആപ്പ് നമ്പർ ഇപ്പോൾ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കുക. Anytime you can send in prayer requests, your testimonies, etc. ഏത് സമയത്തും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ അതുപോലെ തന്നെ ടെസ്റ്റിമണീസ് ഒക്കെ ദയവായി ബ്ലെസ്സിംഗ് ടുഡേ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താലും. God bless you. See you tomorrow. Bye-bye. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ. കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ, മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമുണ്ടാം അവർക്ക്. എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു